വെൽക്കം ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യാ സൊല്യൂഷൻസ്. നമ്മൾ ഈ സെഷനിൽ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ സെഷൻ്റെ കണ്ടിന്യൂഷനായ എങ്ങനെയാണ് ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫാമിലി ഫയലിൽ എങ്ങനെയാണ് പാരാമെട്രിക് അലൈൻ ചെയ്യുന്നത് ഉള്ളതാണ്. ഓക്കെ, ഹൗ ടു ക്രിയേറ്റ് എ പാരാമെട്രിക് ഫാമിലി ഫയൽ. പാരാമെട്രിക് ഫാമിലി ഫയലിന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫാമിലി തന്നെ ഇപ്പോൾ നമ്മുടെ ഫേർണിച്ചർ, ഈ ഫേർണിച്ചറിൽ ടേബിളിനുള്ള ഒരു ഫാമിലിയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ടേബിളിനകത്ത് കുറേ ടൈപ്സ്, അതർവൈസ് സൈസിലെ ഡിഫറൻസ് ഉള്ളത്. ഇപ്പോൾ ഈ പറയുന്ന ബിഗ് ടേബിൾ, സ്മോൾ ടേബിൾ അങ്ങനെ വേണേലും എടുക്കാം. ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു സ്ക്വയർ ടേബിളാണ്. അപ്പോൾ അടുത്ത ഒരു റെക്റ്റാങ്കിൾ ടേബിൾ, അതർവൈസ് ലോങ് റെക്റ്റാങ്കിൾ ടേബിൾ, ഇങ്ങനെ നമുക്ക് ചില ഡയമെൻഷൻസിൽ മാത്രം ഒരു ചേഞ്ചസ് കൊടുത്തുകൊണ്ട് അതേ ഫേർണിച്ചർ തന്നെ എക്സിസ്റ്റിംഗ് ആയിരിക്കുന്നതാണ് പാരാമെട്രിക് ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇതിലെങ്ങനെയാണ് പാരാമെട്രിക് ഇൻവോൾവ് ചെയ്യുന്നത്, പാരാമെട്രിക്കിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ് അലൈൻ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഇപ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ റെഫറൻസ് ലെവലിലോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു ഓബ്ജക്റ്റ് ചെയ്തിരിക്കുകയല്ലേ, ആ ഓബ്ജക്റ്റിന് നമ്മൾ എന്ത് ചെയ്യണം, അനോട്ടേറ്റ് ചെയ്യണം. അനോട്ടേറ്റ് ഇൻ ദ സെൻസ് ഡയമെൻഷൻ മാർക്ക് ചെയ്യുക. ഓക്കെ, അനോട്ടേറ്റ് പോവുക. ഇവിടെ മൂന്നാമത്തായിട്ട് അനോട്ടേറ്റ് ഉണ്ടാവും, അവിടെ പോവുക. ഇവിടെ അലൈൻഡ് എന്നുള്ള ഒരു സംഭവമാണ് നമ്മൾ എടുക്കേണ്ടത്. എടുത്തു കഴിഞ്ഞിട്ട് ഡയമെൻഷൻ മാർക്ക് ചെയ്യുക. ഡയമെൻഷൻ ഇൻ ദ സെൻസ് നമുക്ക് ഈ ഒരു ഇവിടെ നിന്ന് ഇവിടം വരെ ഉള്ള ആദ്യ ടേബിളിൻ്റെ നമുക്ക് മാർക്ക് ചെയ്യാം. നമുക്ക് ഇങ്ങനെ ഒരു ക്ലിക്ക്, സെൻറ്റർ പോയിൻറ്റും കൂടെ ക്ലിക്ക് ചെയ്യുക. സെൻറ്റർ പോയിൻറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സൈഡിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു പുതിയ ഒരു EQ എന്നുള്ളൊരു ആൽഫബറ്റ് വരും. ദറ്റ് മീൻസ് ഇറ്റ്സ് എ ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം ദ റെഫറൻസ് ഓഫ് സെൻറ്റർ പോയിൻറ്റ്. ഈ സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് രണ്ട് സൈഡിലും ഈക്വൽ ഡിസ്റ്റൻസ് ആണ് ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു ഈക്വലിനുള്ളത് കൊടുക്കുക. ദെൻ ഓൺലി വി ക്യാൻ ഗോ ഫോർ ദറ്റ് പാരാമെട്രിക് ഓട്ടോമാറ്റിക് ചേഞ്ചസിന് പറയുന്നത് നടക്കുകയുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു EQ എന്നുള്ളത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ന്യൂമറിക് വാല്യൂസ് കാണിക്കുന്നില്ല. അതിൻ്റെ ഇൻസ്റ്റഡ് ആയിട്ട് ഇറ്റ്സ് ഈക്വൽ ഫ്രം ദ പോർട്ട്. ഇവിടെ നിന്ന് ഇവിടെയും ഈക്വൽ ആയിട്ടാണ് സ്പ്രെഡ് ആയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്കിതിനകത്ത് കാണിച്ചു തന്നിരിക്കുന്നത്. വി ക്യാൻ ലോക്ക് ഇറ്റ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു സംഭവം EQ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, ഒന്നും കൂടെ അതിൻ്റെ ടോട്ടൽ ലെന്ത് എത്രയാണെന്നുള്ളത് എടുക്കാം. ഓക്കെ, 200. അപ്പോൾ 200 ഈക്വൽ ആകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി അണ്ടർസ്റ്റാൻഡിങ് ദറ്റ് 100. ഓക്കെ, അതേപോലെ തന്നെയാണ് ഈ ഒരു ഏരിയയെ നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ ക്ലിക്ക് ചെയ്യുക, നടുക്ക് ക്ലിക്ക് ചെയ്യുക, അടുത്ത പോർഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ ഇറ്റ്സ് ആസ്കിങ് ഫോർ ഈക്വൽ. വി ആർ കൺവേർട്ടിങ് ഇൻ ടു ഈക്വൽ. ആഫ്റ്റർ ദാറ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഫുൾ ഡയമെൻഷനും കൂടെ ഫോർ റെഫറൻസ് നമ്മൾ എടുത്ത് വെക്കുക. ഓക്കെ, ഇത് ടേബിളിൻ്റെ സർഫേസിനുള്ളത്. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ലെഗിനുള്ളതും കൂടെ നമ്മൾ നോക്കാം. ഇപ്പോൾ ലെഗിനുള്ളത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ളത് 15. സോ ഈ ലെഗിന് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇനി ഇങ്ങനത്തെ ഈ ഒരു ഓപ്ഷൻ വേണ്ട, ഈ ഓൾറെഡി ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഹരിസോണ്ടൽ മാനറിലുള്ളത് എടുക്കാം. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഹരിസോണ്ടൽ കിട്ടിക്കഴിഞ്ഞു, നമ്മൾ ഈ വെർട്ടിക്കലിലുള്ളത് എടുക്കാം. അതേപോലെ ഇവിടെ ഹൊറിസോണ്ടലിനുള്ളത് എടുത്തു. ഓക്കെ, നമ്മളിതെല്ലാം എടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്കിനി ചെയ്യേണ്ടത് ഇതിൻ്റെ പാരാമെട്രിക്കിലോട്ട് നമ്മൾ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്. ഫോർ ദാറ്റ് ഇപ്പം നമ്മൾ ഈ ഡയമെൻഷൻസ് കൊടുത്തിരിക്കുന്ന എല്ലാത്തിനും നെയിം ചെയ്യണം. നെയിം ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു സംഭവം നമുക്ക് വിഡ്തായിട്ട് എടുക്കാം, ഇത് ലെന്തായിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു 200-നെ, ഇത് സ്ക്വയർ ടേബിൾ ആയതുകൊണ്ട് ഇത് ഈക്വൽ ആയിരിക്കുന്നു. ഇതിനെ ഇപ്പം നമുക്ക് റെക്റ്റാങ്കിൾ ടേബിൾ, ലോങ് റെക്റ്റാങ്കിൾ ടേബിളായിട്ട് ഒരേ ഓപ്ഷനിൽ അണ്ടർ തന്നെ ടൈപ്സ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് നെയിം കൊടുക്കണം. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ലേബിൾ ഡയമെൻഷൻ എന്നുള്ളത് വരും. ഈ ഒരു ഡയമെൻഷനെ നമ്മൾ എന്ത് ചെയ്യുക, ലേബിൾ ചെയ്യാൻ പോവുക. അപ്പോൾ ഇതിനെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ക്രിയേറ്റ് പാരാമീറ്റർ എന്നുള്ളതുണ്ട്, അതിനെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നമ്മൾ കൊടുക്കുന്നത് വിഡ്ത്. ഓക്കെ, അതിനെ നമ്മൾ വിഡ്ത്തിന് പേര് കൊടുത്തു. ഓക്കെ, അതേപോലെ തന്നെ ഈ 200-നെ ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. ഇതിനെ ഞാൻ ലെന്ത് എന്നുള്ളത് കൊടുക്കാൻ പോവാം. ഞാൻ ലെന്ത് 2 എന്തെങ്കിലും പേര് ലെന്തായിട്ട് കൊടുക്കാം, ലെന്ത് 1, 2 ഒക്കെ ആയിട്ട് നമുക്ക് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുക്കുമ്പോഴത്തേക്കും 200. ഇപ്പോൾ ഈ ഒരു വിഡ്തും ലെന്തും നമുക്ക് ലേബിളായി കഴിഞ്ഞു. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം അതേപോലെ തന്നെ നമുക്ക് വൺ മോർ ക്രിയേറ്റ് ചെയ്യാം, ഈ ഒരു ലെഗിന് വേണ്ടിയിട്ടുള്ളത്. സോ ഇതിനെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ക്രിയേറ്റ് വൺ. നമുക്ക് എന്ത് ചെയ്യാം, സ്ക്വയർ ലെഗ്, അതർവൈസ് ലെഗ്
1 2 എന്നുള്ളതൊക്കെ നമുക്ക് കൊടുക്കാം. ഓക്കെ കൊടുത്തു. ഇപ്പോൾ ഇങ്ങനെ കൺസ്ട്രക്ട് ആയി കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ശേഷം ഈ ഒരു 15 ഇങ്ങനെയുള്ള ഡയമെൻഷൻസ് നമുക്ക് എങ്ങനെയാണ് ലേബിൾ ചെയ്യുന്നത്? ഇതെല്ലാം ലെഗ് തന്നെയല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇത് ക്ലിക്ക് ചെയ്യുക, ആ ഒരു ലെഗിനുള്ള ഇതിനകത്ത് അസൈൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ എന്തൊക്കെയാണോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അത് മാത്രമേ ഇവിടെ കാണത്തുള്ളൂ. ഞാനിവിടെ നേരത്തെ ചെയ്തിട്ടുള്ള ഡയമെൻഷൻസ് എല്ലാം കൂടെ കാണിക്കുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പം നിങ്ങൾ പുതിയതായിട്ട് എടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിഡ്ത്ത്, ലെന്ത്, പിന്നെ ലെഗ് 1 മാത്രമേ ഇവിടെ കാണിക്കത്തുള്ളൂ. ഇപ്പോൾ അനോട്ടേഷൻ പോർഷൻ കഴിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം ഇതിനെ നമുക്ക് ടൈപ്പ് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടീസ് എന്നുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ഐക്കൺ കാണും. പ്രോപ്പർട്ടീസിനകത്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇതിനെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണോ നമ്മൾ ലേബിൾസ് പാരാമീറ്റർ ലേബിൾ ചെയ്തിട്ടുള്ളത് ആ പാരാമീറ്ററൊക്കെ ലിസ്റ്റ് ആവും. ഇപ്പോൾ വിഡ്ത്ത് ഉണ്ട്, ലെന്ത് ഉണ്ട്, അതുപോലെ തന്നെ ലെഗ് 1 എന്നുള്ളൊരു സംഭവമുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, പുതിയ ഒരു ടൈപ്പ് ക്രിയേറ്റ് ചെയ്യുക. ഇതിലെടുക്കുക, ഇതിനകത്ത് ഇപ്പോൾ ടൈപ്പ് സ്ക്വയർ എന്നുള്ളത് എടുക്കാം. സ്ക്വയർ ടേബിൾ അതർവൈസ് വോട്ടെവർ എന്നുള്ളത് ഞാൻ കൊടുത്തു, എന്നിട്ട് ഓക്കെ കൊടുത്തു. ഇപ്പോൾ ഇതിനകത്ത് സ്ക്വയർ ടേബിളാണ് ഇങ്ങനെ കിടക്കുന്നത്. അപ്ലൈ കൊടുത്തു, ഓക്കെ കൊടുത്തു. ടേബിൾ ക്രിയേറ്റ് ചെയ്തു. സ്ക്വയറിന് പറഞ്ഞാൽ അതിന് പേര് കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് റെക്റ്റാങ്കിളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിനകത്ത് ഈ ഒരു പോർഷൻ പിന്നെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സ്ക്വയർ ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ അടുത്ത് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് റെക്റ്റാങ്കിൾ ടേബിളാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, പേര് റെക്റ്റാങ്കിൾ RECT എന്ന് പറഞ്ഞ് കൊടുക്കുക. നമുക്ക് എന്ത് വേണേലും കൊടുക്കാം. ഓക്കെ കൊടുത്തു കഴിഞ്ഞു. ഓക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വിഡ്ത്തിനെ ഞാനിങ്ങോട്ട് കൂട്ടുക. അപ്പോഴത്തേക്കും ഞാനിത് 400 ആക്കുക. ഓക്കെ കൊടുത്തു. അപ്പോഴത്തേക്ക് എന്താ, എനിക്ക് ഈ ഒരു ഇത് നമുക്ക് 3D നോക്കാം. കണ്ടോ, റെക്റ്റാങ്കിൾ ടേബിളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇപ്പം ഞാൻ ലോങ് റെക്റ്റാങ്കിൾ ടെംപ്ലേറ്റ് എടുക്കാൻ പോവാണ്. ഇതിനകത്ത് എടുത്തു, അടുത്ത് ന്യൂ ഒരെണ്ണം കൊടുത്തു, ലോങ് റെക്റ്റാങ്കിൾ. ഓക്കെ കൊടുത്തു. ഇപ്പം ഞാൻ വിത്ത് ഇവിടെ 600 കൊടുക്കാൻ പോവാം. അപ്ലൈ കൊടുത്തു, ഓക്കെ കൊടുത്തു. അപ്പോഴത്തേക്ക് എനിക്ക് എന്തായി, ഇപ്പോൾ ലോങ് റെക്റ്റാങ്കിൾ ടേബിൾ ആണെന്നുണ്ടെങ്കിൽ വ്യൂ 1 കൊടുക്കുക. കണ്ടോ, ഇത് ലോങ് റെക്റ്റാങ്കിളായി. ഇങ്ങനെ നമ്മൾ ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. റെക്റ്റാങ്കിൾ ടേബിൾ ഒരെണ്ണം, ലോങ് റെക്റ്റാങ്കിൾ ഒരെണ്ണം ഉണ്ടായിരുന്നു, അതേപോലത്തെ സ്ക്വയർ ടേബിൾ ഒരെണ്ണം ഉണ്ടായിരുന്നു. ഈ ഒരു സ്ക്വയർ ടേബിളിനുള്ള ഒരു ഫാമിലി തന്നെയാണ് ഇതെല്ലാം കിടക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ലോഡ് ഇൻ ടു പ്രോജക്റ്റ് എന്നുള്ളത് നമുക്ക് കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞാൽ ഫാമിലി 1 അല്ലെങ്കിൽ പ്രോജക്റ്റ് 1 എന്നുള്ളൊരു റെഡ് ഫയൽ ഇവിടെ ഓപ്പണായി കിടക്കുക. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇപ്പോൾ പ്രോജക്റ്റ് 1 എന്നുള്ളൊരു RVT ഫയലിനകത്ത് ഞാനിതിനെ ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്തായി, പ്ലേസ് കോമ്പനൻ്റ് എന്നുള്ള ഓപ്ഷനായിട്ട് എൻ്റെ കയ്യിൽ ആസ് യൂഷ്വൽ നമ്മൾ വെച്ചിരിക്കുന്ന ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടേബിൾ ക്രിയേറ്റ് കയ്യിൽ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ പ്ലേസ് കോമ്പനൻ്റ് കൊടുക്കുകയാണ്. ഫാമിലി 2 ഉള്ളതാണ് അതിൻ്റെ പേര്. ഇപ്പം നമ്മൾ വെച്ചിരിക്കുന്നത് ഇപ്പോൾ സ്ക്വയർ ടേബിളായിട്ടാണ് കിടക്കുന്നത്. സോ ഐ പ്ലേസ്ഡ് സ്ക്വയർ ടേബിൾ. പിന്നെ എനിക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും, റെക്റ്റാങ്കിൾ ടേബിൾ എനിക്ക് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ എഡിറ്റ് ടൈപ്പിൽ പോയിട്ട് വേണമെങ്കിലും ഇവിടെ ക്ലിയർ ആയിട്ട് നമുക്ക് നോക്കാം. അടുത്ത അവൈലബിലിറ്റി ലോങ് റെക്റ്റാങ്കിൾ കൊടുത്ത് ഓക്കെ കൊടുത്ത് അതിനെയും കൂടെ എനിക്ക് വെക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഒരേ ഒരു ഫാമിലി ടെംപ്ലേറ്റ് മാത്രമേ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിനകത്ത് ചെറിയ ഒരു പാരാമെട്രിക് വാല്യൂയുടെ ചേഞ്ചസ് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് എന്തായി, സ്ക്വയർ ടേബിൾ, റെക്റ്റാങ്കിൾ ടേബിൾ, ലോങ് റെക്റ്റാങ്കിൾ ടേബിൾ എന്നുള്ള 3 സൈസിലുള്ളത് നമുക്ക് കിട്ടി. ഇത് വേണമെങ്കിൽ നമുക്ക് 3D വ്യൂവിനകത്ത് കാണിക്കാം. അപ്പോൾ ഇങ്ങനെയായിട്ടാണ് നമുക്ക് ആ ഒരു സംഭവം കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ എഡിറ്റ് ഫാമിലി ഇതിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിലും നേരെ അത് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ഫാമിലി ചെന്ന് കഴിഞ്ഞാൽ ഫാമിലി നമുക്ക് ഓപ്പൺ ആവും. ഇതിനെ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. വോട്ടെവർ. ഇപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഒരു പാരാമെട്രിക് ഫാമിലി ക്രിയേറ്റ് ചെയ്യേണ്ടത്. താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് സെഷനിൽ മീറ്റ് ചെയ്യാം. താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട്.